ഒറ്റ ചോദ്യം, കോൺഗ്രസ് ജയിക്കും? വളരെ പ്രയാസമാണ്. കാരണം കാരണം കോൺഗ്രസിനെ സംബന്ധിച്ച് നേരത്തെ ഇലക്ഷൻ നടന്നതുകൊണ്ട് എനിക്ക് പറയാൻ സാധ്യമല്ല. എന്നാലും സാധ്യത വളരെ കുറവാണ്. കോൺഗ്രസിനും CPM-നും ഇടതുപക്ഷത്തിനും കാര്യമായിട്ടുള്ള സീറ്റിൽ വ്യത്യാസം ഉണ്ടാകാൻ വഴിയില്ല. ഇതിന് കാരണം വരുത്തി വെച്ച പ്രധാനമായിട്ട് കോൺഗ്രസ് തന്നെയാണ്. ഇവിടുത്തെ ജനങ്ങൾക്ക് പിണറായി വിജയന് വെറുപ്പാണ്, അയാളുടെ അറപ്പാണ്, അയാളുടെ ഭരണത്തിൽ നിന്ന് മാറ്റണം എന്നുള്ള ആഗ്രഹം ജനങ്ങൾക്കുണ്ട്. പക്ഷെ ഒരു കാരണവശാലും കേരളത്തിലെ കോൺഗ്രസ്സുകാരെ സമ്മതിക്കില്ല. ഇപ്പം തന്നെ നമ്മൾ ഇലക്ഷൻ മുമ്പുള്ളത് നമുക്കറിയാം. ഇലക്ഷൻ മുമ്പുള്ളവരുടെ സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ പലതും പറ്റിയിട്ട് പാകപ്പിഴകൾ ഈ തരത്തിൽപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ജയിപ്പിക്കാനായിട്ട് സഹായിച്ചിട്ടുണ്ടെന്നുള്ള വസ്തുതയാണ്. അതൊന്ന്. രണ്ടാമത്തെ, ഇപ്പോൾ ഇലക്ഷൻ ശേഷം അവരെന്താ കാട്ടിക്കൂട്ടുന്നത്? മൊത്തം തല്ലുകൊടുത്താണ്. തമ്മിൽ തലകേറിക്കൊണ്ടിരിക്കുകയല്ലേ ഇവര്. അത് KC വേണുഗോപാൽ, അയാള് ഓൾ ഇന്ത്യ സംഘടനാ സെക്രട്ടറി എന്നല്ല പോസ്റ്റിന്റെ പേര്. അയാൾ ഓൾ ഇന്ത്യ സംഘടനാ സെക്രട്ടറിയാണ്, ജനറൽ സെക്രട്ടറിയാണ്. രാഹുൽ ഗാന്ധി കഴിഞ്ഞ രണ്ടാമത്തെ ആളാണ്. അയാളാണ് കേന്ദ്രത്തിൽ കോൺഗ്രസിനെ ഭരിക്കുന്ന ആ പ്രസ്ഥാനക്കാരാണ്. അവിടെ സോണിയാഗാന്ധിയുടെ വീട്ടിലേക്ക് വിത്തൗട്ട് അപ്പോയിൻമെന്റ് കയറി ചെല്ലാൻ സാധിക്കുന്ന അത്രയും പവർഫുൾ ആയിട്ടുള്ള ആളാണ്. അങ്ങനെയുള്ള KC വേണുഗോപാൽ, അയാൾക്ക് കഴിഞ്ഞൊരു 2 കൊല്ലം മുമ്പായിട്ട് അയാൾക്ക് ലോക്സഭയിലേക്ക് മത്സരിക്കണം എന്ന് തോന്നി. അയാൾ ഉടനെ ലോക്സഭയിലേക്ക് മത്സരിച്ച് ആലപ്പുഴ വന്നിട്ട് അവിടെ നിന്ന് മത്സരിച്ച് അയാൾ ജയിച്ചു. അത് കഴിഞ്ഞ് ഇപ്പം അയാൾക്ക് തോന്നുന്നു കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആവണമെന്നാണ്. അയാളുടെ ചില വൈതാളികന്മാരായിരിക്കുന്ന ചില ആളുകൾ, ഇപ്പം K. സുധാകരനെ പോലുള്ള ചില ആളുകൾ, അവരൊക്കെ തന്നെ പറയുന്നത് KC വേണുഗോപാൽ മുഖ്യമന്ത്രി ആവണമെന്നാണ്. ആയിക്കോട്ടെ, വിരോധം ഉണ്ടായിട്ടല്ല എൻ്റെ പ്രശ്നം. നമുക്കിപ്പോ ആര് മുഖ്യമന്ത്രി ആകണം എന്നുള്ളത് സാധാരണക്കാരനെ സംബന്ധിച്ച് ഒരു പ്രശ്നമല്ല. പക്ഷേ ഈ അടിയുടെ ഭാഗമായിട്ട് ഏറ്റവും ഒടുവിൽ വന്നിട്ടുള്ള ഒരു കാര്യം സാർ അറിഞ്ഞു കാണും. അതായത് ഇംഗ്ലീഷ് പത്രത്തിൽ ഒരു ഫോക്കസ് ഫീച്ചർ നൽകുകയാണ്. രമേശ് ചെന്നിത്തലയുടെ രാഷ്ട്രീയ ജീവിതമാണ്. ഇവരുടെയൊക്കെ രാഷ്ട്രീയ ജീവിതം എന്തായിരുന്നു എന്നുള്ളതിൻ്റെയൊക്കെ ഒരു വീഡിയോ തന്നെ, AI വീഡിയോ തന്നെ ഇവർ നിർമ്മിച്ചിറക്കുകയാണ്. അത് ഒരാളെന്നുള്ളതല്ല, ഈ 3 പേരും പലതരത്തിലും ഉള്ള വിക്രിയകളാണ് ഇതുമായി ബന്ധപ്പെട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ഈ ഇംഗ്ലീഷ് പത്രത്തിൽ ഫോക്കസ് ഫീച്ചർ വന്നതിന് ശേഷം പറയുകയാണ്, ഞാൻ അറിഞ്ഞുകൊണ്ടൊന്നും അല്ല ഇത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് DCC ജനറൽ സെക്രട്ടറി ആണെന്ന് തോന്നുന്നു പ്രജിൻ ബാബു അതൃപ്തി അറിയിച്ചിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഇത്തരത്തിലുള്ളൊരു ഫീച്ചർ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനിതൊന്നും അറിഞ്ഞിട്ടല്ലായിരുന്നു എന്നാണ് പറഞ്ഞത്. പാട്ടുപാടിയെ കുറിച്ചൊക്കെ തന്നെ പണ്ട് പുള്ളി പറഞ്ഞു. അതെ, പുള്ളി കാരണഭൂതനായിട്ടുള്ള പാട്ടൊക്കെ പാടിയില്ലേ, അതെ, അപ്പോൾ പുള്ളി പറഞ്ഞു ഞാനൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. അന്ന് ഈ പറയുന്ന രാഷ്ട്രീയ നേതാക്കൾ എല്ലാവരും തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ തിരിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇവര് കാണിക്കുന്നത് അതിലും വലിയ ഭോഷ്കല്ലേ? അല്ല, അതിനകത്ത് ഞാൻ മനസ്സിലാക്കുന്ന ഇപ്പോൾ ഈ കോൺഗ്രസ്സുകാരൻ ഭരണത്തിൽ അഥവാ കയറി കഴിഞ്ഞാൽ തന്നെ മുഖ്യമന്ത്രി തർക്കം ഒരു വശത്തുണ്ടാവും. അവർ 2, 3, 4 പേര് എന്ന ഒരാൾ, ഹൈക്കമാൻഡിന് താല്പര്യമുള്ള ആൾ, സാധാരണ നിലയ്ക്ക് KC വേണുഗോപാലിനായിരിക്കും ഹൈക്കമാൻഡിന് താല്പര്യം. അയാൾ കേരളത്തിന് മുഖ്യമന്ത്രി ആക്കിയെന്നിരിക്കട്ടെ, ആക്കിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഇവിടെ അടി തുടങ്ങുകയാണ്. കേരളത്തിൻ്റെ വികസനത്തിൻ്റെ തടസ്സം നിൽക്കുന്നത് കോൺഗ്രസ്സുകാരാണ്. ഒരിക്കലും ഒരു വികസനത്തിനും കോൺഗ്രസ്സുകാർക്ക് സഹായിക്കാൻ സാധ്യമല്ല. കാരണം കോൺഗ്രസ്സുകാരുടെ നേതാക്കന്മാരെല്ലാവരുടെയും ആത്യന്തികമായിട്ടുള്ള പരിശ്രമം എങ്ങനെ കൈയിട്ട് വരാമെന്നുള്ളതാണ്, എങ്ങനെ പണം ഉണ്ടാക്കാന്നുള്ളതാണ് അവർക്ക് ശ്രമിക്കുക. അത് ഇന്ന് മാത്രമല്ല, കഴിഞ്ഞ ഒരു 60-70 വർഷമായിട്ട് കേരളത്തിലെ കോൺഗ്രസ്സുകാരൻ്റെ പ്രധാനപ്പെട്ട അടിസ്ഥാന സ്വഭാവം മോഷണമാണ്. സ്വഭാവം പണമടിച്ചു മാറ്റലാണ്, ഖജനാവ് കെട്ടുമുട്ടിക്കലാണ്. ഇത് ഈ കേരളം മുഴുവൻ മുസ്ലിം ലീഗ് തീരെഴുതി കൊടുക്കലാണ്, ജമാഅത്ത് ഇസ്ലാമിക്ക് തീരെഴുതി കൊടുക്കലാണ്, ജിഹാദികൾക്ക് തീരെഴുതി കൊടുക്കലാണ്. അതൊക്കെ ഈ കോൺഗ്രസ്സുകാരൻ്റെ പരിപാടിയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പം തന്നെ രമേശ് ചെന്നിത്തലയുടെ കേസ് പറഞ്ഞു, അയാൾ പരസ്യം കൊടുത്തു എന്ന് പറഞ്ഞു ഒരു മറ്റേ ഇംഗ്ലീഷ് ദിനപത്രത്തിൽ. ആ പത്രം കൊടുത്തവരും ഇയാൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ ധൈര്യമായിട്ട്, ഇയാൾക്ക് ആണത്തമുണ്ട്, ചെന്നിത്തലയ്ക്ക് ആണത്തമുണ്ട്, ഇയാൾ അഭിമാനിയാണ്, ഇയാൾ മനുഷ്യനാണ്, ഇയാൾ രാഷ്ട്രീയ പ്രവർത്തനാണ് എങ്കിൽ, എനിക്ക് ഉറപ്പില്ല കേട്ടോ, ആണ് എന്നുണ്ടെങ്കിൽ ഈ പരസ്യം കൊടുത്ത ആൾക്കെതിരെ നടപടി എടുക്കണം. പക്ഷെ അവിടെ അതൃപ്തി മാത്രമേ ഉള്ളൂ. അതെ, അതൃപ്തി മീൻസ് ഇയാൾ പണം കൊടുത്തിട്ട് അയാൾ ചെയ്തിട്ടുണ്ടാവും. ഈ പരിപാടി അല്ലല്ലോ വേണ്ടത്. രമേശ് ചെന്നിത്തല പണം കൊടുത്തിട്ട് എന്തായാലും പേര് ഞാൻ പേര് പറഞ്ഞു പോയി, പ്രജിൻ ബാബു അതിന്റെ ഒരു പരസ്യം കൊടുത്തിട്ടുണ്ടെങ്കിൽ പ്രജിൻ ബാബുവിന്റെ കയ്യിൽ നിന്നല്ലോ പണം ചിലവാക്കിയിരിക്കുന്നത്, രമേശ് ചെന്നിത്തലയുടെ കയ്യിൽ നിന്നാണ്. അതൊരു തരം താഴ്ന്ന നാണം കെട്ട ഏർപ്പാടാണ്. അത് ഇയാള് ചെയ്തത് തെറ്റാണ്. ജില്ലാ ജനറൽ സെക്രട്ടറി ആ തെറ്റാണെന്ന് അയക്കെതിരെ നടപടി എടുക്കണ്ടേ? പരസ്യം കൊടുക്കാൻ അയക്ക് അധികാരമുണ്ടോ? ആരാ അധികാരം കൊടുത്തേ അയക്ക്? അധികാരം കൊടുത്തത് ചെന്നിത്തലയാണ്. ചെന്നിത്തലയുടെ ഈ ഇരട്ടത്താപ്പ് നയമില്ലേ, അത് ഒരു കാരണവശാലും കേരളത്തിന് ഭൂഷണമല്ല, കേരളത്തിന്റെ വളർച്ചയ്ക്ക് സഹായകരമല്ല. ഇനി ഞാൻ മനസ്സിലാക്കുന്നത്, ഈ തരത്തിൽ വലിയ പരസ്യം കൊടുത്തിട്ടുണ്ടെങ്കിൽ ചെന്നിത്തലയുടെയും പ്രധാനപ്പെട്ട ഉദ്ദേശം വലിയ സാമ്പത്തിക അഴിമതി നടത്താൻ ഉദ്ദേശിച്ച അയാൾക്കുണ്ട്. എവിടെ നിന്ന് പണം ഉണ്ടാക്കുക? ലക്ഷക്കണക്കിന് രൂപ കൊടുക്കണം ഈ പത്രത്തിൽ പരസ്യം കൊടുക്കാൻ വേണ്ടിയിട്ട്.
ഇതിന്റെ സ്പോൺസർഡ് പണാരുടെ വാർത്ത. കയ്യിന്നാണ്? സ്പോൺസർ ഈ വാർത്തയാണ് സ്പോൺസർഷിപ്പ്. വാർത്ത സ്പോൺസർ ചെയ്തിരിക്കുന്നത് ജില്ലാ ജനറൽ സെക്രട്ടറി ആണോ? ആണെങ്കിൽ അയാൾക്ക് അഴിമതിയുടെ താല്പര്യമുണ്ട്. അഥവാ ചെന്നിത്തലയാണെങ്കിൽ ചെന്നിത്തലയ്ക്ക് കട്ടുപിടിക്കാൻ ഉദ്ദേശമുണ്ട്. അപ്പൊ കേരളത്തിന് മുഖ്യമന്ത്രിയായിട്ട് കട്ടുപിടിക്കാനായിട്ട് ചെന്നിത്തലയ്ക്കും കൂടി ഉദ്ദേശമുണ്ടെങ്കിൽ ഇത്തരം വാർത്തകൾ കൊടുക്കാം സ്വാഭാവികമായിട്ട്. ഈ വാർത്ത കൊണ്ട് ചെന്നിത്തലയുടെ ബാല്യകാലം അറിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം അത്ര വലിയ പഴക്കമുള്ള ആളൊന്നും അല്ലല്ലോ ഇദ്ദേഹം. താൻ മഹാത്മാഗാന്ധിയെ വെറുതെ പോലെ. താൻ പെട്ടെന്ന് പൊട്ടിമുളച്ച് വന്നതല്ല, സൈക്കിൾ ചവിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തി എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വാദം. അത് കേട്ടപ്പോൾ സത്യത്തിൽ എനിക്ക് ചിരിയാണ് വന്നത്. കാരണം എന്നെയൊക്കെ ഞാൻ ഒരു വിദ്യാർത്ഥി എന്നുള്ള ജേർണലിസം വിദ്യാർത്ഥി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തെയൊക്കെ കാണുമ്പോൾ മുതിർന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. അദ്ദേഹം പൊതുമധ്യത്തിൽ വന്നിട്ട് ഞാൻ സൈക്കിൾ ചവിട്ടി രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ആളാണ്, അതുകൊണ്ട് എന്നെ ഈ സമയം തള്ളിക്കളയുന്നത് ശരിയല്ല എന്നുള്ള ഒരു വാദമാണ് പറയുന്നത്. അപ്പോൾ എത്രത്തോളം അധപ്പതിച്ചു പോയത് കൊണ്ടാണ് ആ ഒരു വാചകം അദ്ദേഹം ഇപ്പൊ പറയുന്നുണ്ടാവുക. ചെന്നിത്തല മുഖ്യമന്ത്രി ആകാതിരിക്കുകയോ ചെയ്യട്ടെ, അത് കോൺഗ്രസിന്റെ പ്രശ്നമാണ്. അതിനകത്ത് എനിക്ക് തർക്കം തോന്നുന്നില്ല. പക്ഷെ എന്നെ സംബന്ധിക്കുന്ന വിഷയമുള്ളത് ഈ തരത്തിൽപ്പെട്ട തരം താഴ്ന്ന പണികൾക്ക് ചെന്നിത്തല നിന്നു കൊടുക്കരുതായിരുന്നു. ഇപ്പൊ ചെന്നിത്തല ചെയ്യുന്നത് തരം താഴ്ന്ന പണിക്കാണ്. ഇനി അദ്ദേഹത്തിന് അതും കൂടി നമ്മൾ പറഞ്ഞു പോകണമല്ലോ. അദ്ദേഹത്തിന് ഇത്തവണ ആ ഒരു ഇത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് അദ്ദേഹത്തിന് ഒരു ബാല്യമില്ല അല്ല, രാഷ്ട്രീയത്തിൽ. അങ്ങനെയില്ല. കാരണം ചെന്നിത്തലയ്ക്കും വയസ്സ് 70 ആയില്ല എന്ന് എന്റെ ധാരണ. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് വീണ്ടും സമയമുണ്ട്. പിന്നെ കോൺഗ്രസിൽ 75 കഴിഞ്ഞാൽ റിട്ടയർമെന്റ് ഒന്നും ഇല്ലല്ലോ. 80 കഴിഞ്ഞാൽ വേണമെങ്കിൽ മത്സരിക്കാം. ഇപ്പൊ മല്ലികാർജ്ജുൻ ഖാർഗെ കോൺഗ്രസിന്റെ പ്രസിഡന്റാ. അയാളുടെ പ്രായത്രയാ? അതിനകത്ത് പ്രായത്തിന് കണക്കൊന്നുമില്ല. സോണിയാഗാന്ധി ആജീവനാന്തം കോൺഗ്രസിന്റെ ഏറ്റവും മുതിർന്ന കാര്യകർത്താവാണ്. അതിന് സംശയമൊന്നുമില്ല. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു മരിക്കുന്ന സമയത്താണ് പ്രധാനമന്ത്രി സ്ഥാനം പോകുന്നത്. അപ്പൊ ഇവർക്കൊക്കെ ഇതുപോലെ ഇരിക്കാനുള്ള അധികാരമുണ്ട്. അത് കോൺഗ്രസിൽ പുതിയ കാര്യമല്ല. അപ്പൊ ചെന്നിത്തലയ്ക്കും രാഷ്ട്രീയ സ്വാധീനമുണ്ടെങ്കിൽ ജനങ്ങൾക്ക് ചെന്നിത്തല വേണം തോന്നുന്നുണ്ടെങ്കിൽ ഇപ്പൊ കേരള രാഷ്ട്രീയത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രിയായിട്ട് വന്നിട്ടുള്ള ആളുകളിലൊന്ന് ചെന്നിത്തലയാണ്. ചെന്നിത്തല 25 വയസ്സിലോ 26 വയസ്സിലോ കേരളത്തിലെ മന്ത്രിയായി, KPCC പ്രസിഡന്റായി, AICCയുടെ സെക്രട്ടറിയായി, ജനറൽ സെക്രട്ടറിയായി, അതുപോലെ തന്നെ NSUവിന്റെ പ്രസിഡന്റായി. അദ്ദേഹം NSUവിന്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്താണ് അവിടെ നാഗ്പൂരിൽ വലിയ പ്രശ്നം ഉണ്ടായത്. അതൊന്നും എന്നെ കൊണ്ട് വെറുതെ പറയിപ്പിക്കേണ്ട പുള്ളി. അത് ടിയാനാണ്. അദ്ദേഹത്തിന്റെ കാലത്താണ് 20,000 പേര് പ്രതീക്ഷിച്ചു 30,000 പേര് വന്നു. അവിടെയുള്ള റെഡ് സ്ട്രീറ്റ് ആദ്യമായിട്ട് അടച്ചത് NSUവിന്റെ പ്രസിഡന്റായിട്ട് രമേശ് ചെന്നിത്തല ഉണ്ടായിരുന്ന കാലത്താണ്. ചെന്നിത്തല NSUവിന്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന കാലത്ത് അതിനെക്കുറിച്ചിട്ട് അന്നത്തെ ഒരു ദിനപത്രം ഉണ്ട് അവിടുത്തെ. ഞാൻ നാഗ്പൂരിലെ പത്രമാണ്. ആ പത്രത്തിനകത്ത് ചെന്നിത്തലയുടെ പടം വന്നിട്ടുണ്ട്. ഞാൻ ചെന്നിത്തല റെഡ് സ്ട്രീറ്റിൽ പോയി എന്നല്ല ഞാൻ പറയാ. റെഡ് സ്ട്രീറ്റുകാർ പറഞ്ഞു ഇവിടെ NSUക്കാരുടെ ബുദ്ധിമുട്ട് നിമിത്തം ഞങ്ങൾ റെഡ് സ്ട്രീറ്റ് അടക്കിയാണ്. അവരടയ്ക്കാൻ തയ്യാറായി. വ്യഭിചാരശാലകൾ അടയ്ക്കാൻ തയ്യാറായത് കോൺഗ്രസിലെ യൂത്ത് ഈ പറയുന്ന ചെറുപ്പക്കാരായിരിക്കുന്ന കോൺഗ്രസ്സുകാരെ കൊണ്ടാണ്. ഇത് ചരിത്രത്തിന്റെ ഭാഗമാണല്ലോ. ഇതിനെക്കുറിച്ച് പത്രത്തിൽ വാർത്ത നേരത്തെ വന്നിട്ടുണ്ടല്ലോ. ഇല്ലെങ്കിൽ ചെന്നിത്തല ഒന്നും ഇല്ലാന്ന് പറയട്ടെ. ആ തരം ഒരു ചെന്നിത്തല കയറിയിട്ട് ഈ പറയുന്ന പത്രത്തിൽ പരസ്യം കൊടുത്തു. പരസ്യം കൊടുക്കുന്ന അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ട് ഇഷ്ടമാണ്. അദ്ദേഹത്തിന് പണം ചെലവാക്കാൻ അധികാരം അദ്ദേഹത്തിനുണ്ട്. അത് ചെയ്തോട്ടെ, വിരോധമില്ല. അവസാനം ഞാനൊന്നും അല്ല ചെയ്തത്, ഇത് ഈ പറയുന്ന ജില്ലാ സെക്രട്ടറി ചെയ്തതാണ്, എനിക്ക് ഇതിൽ പങ്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പങ്കില്ല എന്ന് പറയുന്നത് തികഞ്ഞ അല്പത്വമാണ്. സർ, ഈ പറയുന്ന ഇലക്ഷന്റെ സമയത്ത് എല്ലാവരും വോട്ട് ചെയ്യുന്നു. വോട്ട് ചെയ്തതിന് ശേഷം ഇപ്പോൾ ഈ കോൺഗ്രസിന് വോട്ട് ചെയ്ത ഓരോരുത്തർക്കും തിരിച്ചടിയല്ലേ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്? തിരിച്ചടി എന്ന് മാത്രമല്ല, എനിക്ക് ഇന്നലെ ഒരു അനുഭവം ഉണ്ടായി. ഞാൻ സ്ഥലത്ത് ചെയ്യുന്ന സമയത്ത് ഒരു കോൺഗ്രസ്സുകാരനായിട്ടുള്ള ആളാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞത് എനിക്കൊരു അബദ്ധം പറ്റി. ഞാൻ കോൺഗ്രസിന് വേണ്ടി തെരഞ്ഞെടുപ്പ് രംഗത്തിറങ്ങി. തൃപ്പൂണിത്തുറ നിയോജകമണ്ഡലത്തിലെ ഞാൻ പറഞ്ഞത്. വർക്കിലിറങ്ങി. കോൺഗ്രസ്സുകാർക്ക് വോട്ട് ചെയ്തു. ഈ കോൺഗ്രസ്സുകാർക്ക് വോട്ട് ചെയ്തതിൽ ലജ്ജിക്കുന്നവരും നിരാശപ്പെടുന്നവരാണ് ഇവിടുത്തെ കോൺഗ്രസ്സുകാർ ഏറെയും. അതിന് പ്രധാനപ്പെട്ട കാരണം ഈ കോൺഗ്രസ് നേതാക്കന്മാരുടെ കയ്യിലിരിപ്പാണ്. അത് KC വേണുഗോപാലിന്റെ ആണെങ്കിലും സുധാകരന്റെ ആണെങ്കിലും രമേശ് ചെന്നിത്തലയുടെ ആണെങ്കിലും അടങ്ങുന്ന എല്ലാ നേതാക്കന്മാരുടെയും കയ്യിലിരിപ്പ്, ഈ കയ്യിലിരിപ്പ് ജനങ്ങൾക്ക് സഹിക്കാവുന്നതിലേറെയാണ്. ഇപ്പൊ മുരളീധരൻ പറഞ്ഞ മാതിരി കുട്ടി ആണാണോ പെണ്ണാണോ എന്നറിയാൻ വേണ്ടി 9-ാം തീയതി വരെ പോകേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം കുട്ടി ആണാണോ പെണ്ണാണോ എന്നുള്ളതല്ല നമ്മുടെ തർക്കം. സ്ത്രീക്കും പുരുഷനും വിവേചനങ്ങൾ നിശ്ചയിക്കുന്നത് അത് മുരളീധരന്റെ പാരമ്പര്യമാണ്. ഈ പറയുന്നൊരു പാരമ്പര്യം മര്യാദയില്ല. കുട്ടി ആണായാലും പെണ്ണായാലും എന്താ, കുട്ടി നമ്മുടെ കുട്ടിയല്ലേ. ആ നമ്മളുടെ കുട്ടിയാണെന്നുള്ള ബോധം ഉണ്ടാകേണ്ടത് ഈ പറയുന്ന കോൺഗ്രസ്സുകാർക്ക് ബോധമില്ല. ആ ബോധമില്ലാത്തതിന്റെ പേരിലാണ് രമേശ് ചെന്നിത്തല പരസ്യം കൊടുക്കുന്നത്, പ്രതിപക്ഷ നേതാവ് വേറൊന്ന് കൊടുക്കുന്നു, KC വേണുഗോപാൽ മറ്റൊന്ന് കൊടുക്കുന്നു, ഇവർ തമ്മിലടി നടത്തുന്നു. അതിനകത്ത് KC വേണുഗോപാലും അതിൽ നിന്ന് സുധാകരൻ പറയുന്നു
ഈ തരത്തിൽപ്പെട്ട അല്പത്വങ്ങൾ ജൽപ്പനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കേരള വിരുദ്ധമാണ്. കേരളത്തിന്റെ വികസനത്തിന്റെ കടക്കില് കത്തിവെക്കുന്ന ഏർപ്പാടാണ്. ഈ കത്തിവെക്കുന്ന ഏർപ്പാടാണ് കോൺഗ്രസ് കഴിഞ്ഞ നിരവധി വർഷങ്ങളായിട്ട് വരുത്തിയത്. അതുകൊണ്ടാണ് ഇപ്പൊ 986 കെ കരുണാകരനൊക്കെ ഇരിക്കുന്ന കാലത്താണ് ഇവരാരംഭിച്ചതാണ് നാഷണൽ ഹൈവേയുടെ വർക്ക്. 39 വർഷം കഴിഞ്ഞു വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് കാരണം ഇവർക്ക് ഇതിനോട് താല്പര്യമില്ല. ഇവർക്ക് ഇതിന് കമ്മീഷൻ അടിക്കാനാണ് താല്പര്യം. ഇപ്പൊ തന്നെ കഴിഞ്ഞൊരു ഒരു 6-7 വർഷത്തിനിടയ്ക്ക് കേന്ദ്ര സർക്കാർ നാഷണൽ ഹൈവേക്ക് വേണ്ടിയിട്ട് 93,000 കോടി രൂപയാണ് ഇവിടെ സ്പെൻഡ് ചെയ്തത്. കോൺഗ്രസ് ആണ് വരണമെങ്കിൽ എനിക്ക് സംശയമില്ല അവർ ഈ നാഷണൽ ഹൈവേയുടെ പ്രവർത്തനം അവരപ്പ തടസ്സപ്പെടുത്തും. അതിന് കമ്മീഷനാണ് അവർക്ക് താല്പര്യം. 93,000 കോടി രൂപയുടെ കമ്മീഷൻ. ഈ കമ്മീഷന് വേണ്ടിയിട്ട് ശ്രമം നടത്തുന്ന സമയത്ത് കേരളത്തിന്റെ വികസനമാണ് തടസ്സപ്പെടുത്തുക. അങ്ങനെ കേരളത്തിന്റെ വികസനം തടസ്സപ്പെടുത്തുന്ന കോൺഗ്രസ് നേതാക്കന്മാരുടെ ചെയ്തികൾ രാജ്യവിരുദ്ധമാണ്. അതുകൊണ്ടാണ് നരേന്ദ്രമോദി പറയുന്നത് കോൺഗ്രസ് വിരുദ്ധ ഭാരതം എന്ന് ആവശ്യപ്പെടാൻ കാരണം കേരളത്തിലും അതിന്റെ സമയമായിരിക്കുന്നു. ഒരു കോൺഗ്രസ് വിരുദ്ധ കേരളം, കോൺഗ്രസ് മുക്ത കേരളം, അത് കേരളത്തെ സംബന്ധിച്ച് അനിവാര്യമാണെന്നാണ് ഇന്നിവരുടെ വാക്കുകളിൽ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്.